ഹായ് ഗൈസ്. സോ ഞാനിന്നൊരു ടെമുവിൻ്റെ ഹോളായിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് സാധനങ്ങൾ ഞാൻ മേടിച്ചത് എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി മാത്രം. ആഫ്റ്റർ ഗെറ്റിംഗ് മാരിഡ് വി മൂവ്ഡ് ഇൻ ടു ന്യൂ ഹോം. അത് സെറ്റപ്പ് ആക്കുന്നതിൻ്റെ ഒരു ഇതിലാണ്. അതിൻ്റെ ഇടയ്ക്ക് ടെമുവിൽ ഞാൻ ഓർഡർ ചെയ്ത കുറച്ച് സാധനങ്ങൾ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. സോ ലെറ്റ്സ് ഗോ ഇൻ ടു ദ വീഡിയോ. ഓൾറൈറ്റ്, സോ സാധനങ്ങളെല്ലാം റെഡിയാണ്. ഫസ്റ്റ് ഇസ് ദിസ് വൺ. ദിസ് ഇസ് ആംഗ്രി മമ. സോ ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മൈക്രോവേവ് ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഇതുവരെ. യൂസ് ചെയ്ത് നോക്കാൻ വേണ്ടി മേടിച്ചാണ് ആംഗ്രി മമ മൈക്രോവേവ് ക്ലീനർ. പിന്നെ ഓക്കെ, ഇതൊരു ഫ്ലിപ്പേഴ്സാണ്. ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണ്. ഇതിൻ്റെ സൈസ് കറക്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ലെറ്റ്സ് സീ. ഇറ്റ്സ് സോഫ്റ്റ്, ഇറ്റ്സ് ഫ്ലെക്സിബിൾ എല്ലാമാണ്. പിന്നെയുള്ളത് ദിസ് വൺ, ഗാർലിക്കിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഗാർലിക്ക് നമ്മളിങ്ങനെ ഇതിൻ്റെ അടി വെച്ചിട്ട് ഇത് വെച്ച് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് സ്മോൾ പീസസ് ആയിട്ട് കിട്ടും. ഈ കത്തി എടുത്തിട്ട് അത് ചെറിയ പീസസ് ആക്കുന്നതിനെക്കാട്ടിലും എന്തുകൊണ്ടും എളുപ്പമാണ് ഇത്. സോ ഐ വാണ്ടഡ് ടു ട്രൈ ദിസ്, ഹാവിങ് യൂസ്ഡ് ഇറ്റ് ആസ് ഓഫ് യെറ്റ്. പക്ഷേ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ദിസ് ഈസ് ജ്വല്ലറി ബോക്സസ്. ഈ ജ്വല്ലറി ഇട്ട് വെക്കാനായിട്ട് ഇറ്റ്സ് എ സെറ്റ് ഓഫ് 4 പീസസ്. 4 ബോക്സസ് ആണ്. ഈസി ആയിട്ട് നമുക്ക് ഡ്രസ്സറൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഈസി ആയിട്ട് ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇത് കുറേ നാളായിട്ട് മേടിക്കാമെന്ന് വിചാരിച്ചിരുന്നു. ബിക്കോസ് എൻ്റെ ജ്വല്ലറി എല്ലാം ബോക്സിൽ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുരുങ്ങി, ദാറ്റ് ഓൾവേസ് ഹാപ്പൻസ്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഓർഗനൈസർ മേടിച്ചാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. ഫസ്റ്റ് എനിക്ക് ടെമുന്ന് മേടിക്കാൻ കുറച്ചൊരു റിലക്റ്റൻസ് ഉണ്ടായിരുന്നു. ബിക്കോസ് ഐ തോട്ട് ടെമു ക്വാളിറ്റി ഇല്ലാത്ത പ്രോഡക്റ്റ്സ് ആണെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഐ ട്രൈഡ് സം ഓഫ് ദി ടെമു ഐറ്റംസ്. ഇങ്ങോട്ട് മൂവ് ചെയ്തപ്പോൾ വളരെ ചെറിയ ഐറ്റംസ് ഞാൻ കുറച്ചും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നന്നായിട്ട് വന്നു, നല്ല ക്വാളിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ബാക്കി കാര്യങ്ങളോട് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഇതും ഒരു വാഷ്റൂമിൽ യൂസ് ചെയ്യുന്ന സാധനമാണ്. നമ്മളിതിങ്ങനെ ഡോറിൽ ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ടവലൊക്കെ ഹോൾഡ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യാം. So this is a cute key holder. Yeah, welcome home. So and the keys ഞാൻ അടിക്കടി അവിടെയും കൊണ്ട് വെച്ചിട്ട് മറക്കുന്ന ഒരു ശീലമുണ്ട്. അത് ഒഴിവാക്കാനായിട്ട് ഞാൻ വെച്ചാണ്. ഓക്കെ, we have hooks with this. എനിക്ക് ഈ അടുക്കളയിൽ സാധനങ്ങൾ വയ്ക്കുമ്പോൾ എല്ലാം നല്ല ക്യൂട്ടായിട്ട് ഇരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ഐ ബോട്ട് ദീസ്. അതിങ്ങനെ സ്റ്റിക്കേഴ്സ് ആണ്. ഇപ്പൊ പ്ലെയിൻ ആണ്. നമുക്ക് ഇതിൽ എന്ത് വേണമെങ്കിലും എഴുതിയിട്ട്, അതിപ്പോൾ സോൾട്ട് ആണെങ്കിൽ സോൾട്ടും ഷുഗറും മാറിപ്പോകുന്ന കാര്യം. എസ്പെഷ്യലി സിൻസ് ഇവിടെ തരിതരിയായിട്ടുള്ള ഷുഗർ അല്ല ഉള്ളത്, പൊടിയായിട്ടുള്ള ഷുഗറാണ്. അപ്പം ഈസിലി നമുക്ക് മാറിപ്പോകാം സോൾട്ടും ഷുഗറും. മാത്രമല്ല ബാക്കിയുള്ള പൊടികളാണെങ്കിൽ ഞാൻ ട്രാൻസ്പാരന്റ് ബോട്ടിൽസിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ അതിലൊന്നും ലേബിൾഡ് അല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ഏത് പൊടി ഏതാ പിന്നെ മണപ്പിച്ച് നോക്കേണ്ട അവസ്ഥയാണ്. ഇതിൽ നമുക്ക് ഇതിൽ റൈറ്റ് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാൻ പറ്റും. അതായത് ഇതിൽ എഴുതിക്കുന്ന കാര്യം റിമൂവ് ചെയ്യാം. അപ്പൊ വേണമെങ്കിൽ നമുക്കിപ്പം സോൾട്ട് ഇടുന്ന സാധനം പിന്നെ വേറെ എന്തെങ്കിലും ഇട്ട് വെച്ചാൽ കുഴപ്പമില്ല. റിമൂവ് ദിസ് ഈസിലി ആൻഡ് റൈറ്റ് സംതിങ് എൽസ്. And also, okay, let's another we can download. What we can do with ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ടവൽസ് ഒക്കെ നമ്മൾ ഹാങ് ചെയ്യുന്നത് കുറച്ച് ചാലഞ്ചിങ് ആണ്. ആ ഹാങ്ങറിൽ ഫിറ്റ് ആവാത്ത സാധനങ്ങളൊക്കെ ചെറിയ സാധനങ്ങളൊക്കെ ആണെങ്കിൽ തൂക്കിയിടാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഹാങ്ങർ ആണ്. അപ്പോൾ ഈ ഒറ്റ സ്പേസിൽ നമുക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ ഹാങ് ചെയ്യാം. നമ്മൾ കൈ എപ്പോഴും കഴുകുന്നുണ്ടെങ്കിൽ തുടയ്ക്കാൻ ഒരിട ഉണ്ടാവില്ല. അപ്പോൾ അത് ആക്സസിബിൾ ആയിട്ട് ഒരിടത്തൊരു ടവൽ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. കുറച്ചുകൂടെ ക്ലീൻ ആയിട്ട് അടുക്കളയിൽ നിൽക്കാമെന്ന് തോന്നി. അതിന് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചാണ്. ദിസ് ക്യാൻ ബി ഫിക്സ്ഡ് ഓൺ ടു കിച്ചൺ ഡോർസ്. കിച്ചണിൽ ക്യാബിൻസ് ഒക്കെ എനിക്ക് ഡോറിൽ ഇങ്ങനെ തൂക്കിയിടാൻ പറ്റും. അപ്പം ഈസിലി നമുക്ക് പെട്ടെന്ന് കൈ തുടയ്ക്കണം എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഓൾറൈറ്റ്, സോ ദിസ് ഇസ് എ ബാഗ് ഹോൾഡർ. അതായത് ഇങ്ങനെയാണ്. ആസ് യു കെൻ സീ ഇങ്ങനെ കുറച്ച് കമ്പാർട്ട്മെന്റ്സ് ഉണ്ട് ഇവിടെ. 1, 2, 3. ഇപ്പോഴത്തും അതേ രീതിയിൽ 1, 2, 3 3 കമ്പാർട്ട്മെന്റ്സ്. ഇപ്പോൾ ടോട്ടൽ 6 കമ്പാർട്ട്മെന്റ്സ് ഉള്ള ഒരു ഹാങ്ങർ പോലെയാണ് ഇത്. വി ക്യാൻ ഹാങ് ഇറ്റ് ഇൻ ദി വാർഡ്രോബ് ആൻഡ് പുട്ട് യുവർ ബാഗ്സ് ഹിയർ. അപ്പോൾ ബാഗ്സ് പൊടിയൊന്നും അധികം വരാതെ നല്ല ഒരു സേഫ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ട് ഒരു ഒതുക്കി ഒരു സ്ഥലത്ത് നമുക്ക് വെക്കാൻ പറ്റും. അതിനുവേണ്ടിയാണ് ഇത് മേടിച്ചത്. അപ്പോൾ ദിസ് ഇസ് എ ബാഗ് ഹോൾഡർ. അതായത് സൈഡ് ബാഗ്സിൻ്റെ ഒക്കെ കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ടോട്ട് ബാഗ്സ്, സൈഡ് ബാഗ്സ്, ഹാൻഡ് ബാഗ്സ്, അങ്ങനെയുള്ള ക്ലച്ചസ്, അങ്ങനെയൊക്കെയുള്ള സാധനം സൂക്ഷിക്കാൻ പറ്റുന്ന സാധനമാണ്.
ഓക്കെ, ഇത് ഷോർട്ട് ആംഗിൾ ബൂട്ട്സ് ഇടാൻ വേണ്ടിയിട്ടുള്ള വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസർ കൈൻഡ് ഓഫ് തിങ് ആണ്. ഇതിൽ നമുക്ക് ഈസി ആയിട്ട് ബൂട്ട്സ് വെക്കാൻ പറ്റും. ആങ്കിൾ ലെങ്ത് ബൂട്ട്സ് ആണെങ്കിൽ, എനിക്ക് ആങ്കിൾ ലെങ്ത് ബൂട്ട്സും ഉണ്ട്, ലോങ് ബൂട്ട്സും ഉണ്ട്. അപ്പം ഐ വാണ്ടഡ് ഇറ്റ് ടു ബി അത് കുറച്ച് നാൾക്ക് നമ്മൾ എല്ലാ സീസണിലും അത് യൂസ് ചെയ്യാറില്ല. ബൂട്ട്സ് ഞാൻ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് ഫോൾ, സ്പ്രിംഗ് അല്ലെങ്കിൽ വിന്റർ സീസണിലാണ്. അപ്പോൾ അത് വരെ സമ്മറിൽ ഞാൻ അധികം ബൂട്ട്സ് അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ആ സമ്മർ സീസണിൽ ഐ വാണ്ട് ഇറ്റ് ടു ബി സേഫ് ആൻഡ് ഡസ്റ്റ് ഒന്നും ഇല്ലാണ്ട് അങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ച ആണിത്. ഇത് ഈസി ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ, ക്ലോസ് ചെയ്യാൻ, ഇതിനകത്ത് വെച്ചാൽ മതി. ഈവൻ ഇങ്ങനെ ക്യാരി ചെയ്യാനാണെങ്കിലും കുഴപ്പമില്ല. ഇറ്റ്സ് ക്യൂട്ട് റൈറ്റ്? അങ്ങനെ വെക്കാൻ വേണ്ടി ഞാൻ മേടിച്ചത്. ഇതിൻ്റെ തന്നെ വലിയ സൈസ് ഉണ്ട്, ലാർജ് ബൂട്ട്സിന് വേണ്ടിയിട്ടുള്ളത്, ലോങ് ബൂട്ട്സിന് വേണ്ടിയിട്ടുള്ളത്. ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ദിസ് ഇസ് എ ലാസ്റ്റ് വൺ. ദിസ് ഇസ് എ ഷൂ റാക്ക്. അത് ഞാൻ അസംബിൾ ചെയ്ത് കഴിഞ്ഞിട്ട് വീഡിയോയിൽ ആഡ് ചെയ്യാം. But just I wanted to show some very cute things, little things that you can buy from Temu, which are really useful. പിന്നെ ഇതെന്തെങ്കിലും യൂസ് ചെയ്തിട്ട് എനിക്ക് കൊള്ളൂലാന്നോ നന്നായിട്ട് ഉപയോഗപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഒരു റിവ്യൂ വീഡിയോ പോലെ ചെയ്യാം. Alright, so that was about the video. Thank you for watching.